ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കർഷക മാർച്ച് ആരംഭിച്ചിരിക്കുന്നു. ഉത്തർപ്രദേശിലെ നോയിഡയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ബാരിക്കേഡുകൾ തള്ളിമറിച്ചുകൊണ്ട് ദില്ലി അതിർത്തിയിലേക്ക് നീങ്ങുകയാണ്. പാർലമെന്റ് ലക്ഷ്യമാക്കിയാണ് മാർച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വലിയ പോലീസ് സന്നാഹമാണ് ദില്ലി ഉത്തർപ്രദേശ് അതിർത്തിയിൽ തമ്പടിച്ചിരിക്കുന്നത്. CRPFനെയും വിന്യസിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഭാരതീയ കിസാൻ പരിഷത്ത്, കിസാൻ മസ്ദൂർ മോർച്ച തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടക്കുന്നത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നടക്കുന്ന മാർച്ച് ആയതുകൊണ്ടും പാർലമെന്റ് സമ്മേളനം നടക്കുന്ന കാലയളവായതുകൊണ്ടും തന്നെ ഈ മാർച്ച് അക്രമാസക്തമാകും എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ പോലീസ് വളരെ ജാഗ്രതയോടു കൂടിയാണ് അതിർത്തിയിൽ നിലയുറപ്പിക്കുന്നത്. മാർച്ച് ആരംഭിച്ചപ്പോൾ നോയിഡയിൽ വെച്ച് തന്നെ ഇവരെ തടയാനൊരു ശ്രമം നടത്തിയിരുന്നെങ്കിലും അത് വിഫലമാവുകയായിരുന്നു. ബാരിക്കേഡുകൾ തള്ളി നീക്കിക്കൊണ്ടാണ് ഈ മാർച്ച് മുൻപോട്ട് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ദില്ലി അതിർത്തിയിലേക്ക് എത്തുമ്പോൾ ഈ മാർച്ച് അക്രമാസക്തമാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തുടങ്ങുന്ന ഈ കർഷക സമരം ജനശ്രദ്ധ ആകർഷിക്കാനും മാധ്യമ ശ്രദ്ധ ആകർഷിക്കാനും അക്രമം കരുതിക്കുട്ടി ഉണ്ടാക്കുവാനുള്ള സാധ്യതകളുണ്ട് എന്നും ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.